സ്വിറ്റ്സർലാൻഡ് ഒരു മാസം സാലറി എന്ന് പറയുന്നത് 6665 സ്വിസ് ഫ്രാങ്ക് മുതൽ 9166 സ്വിസ് ഫ്രാങ്ക് വരെ, അതായത് 5 ലക്ഷം മുതൽ 8 ലക്ഷം വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കേട്ടിട്ട് ഒരു സ്വപ്നം പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ബട്ട് ഹിയർ ഈസ് ദ ട്രൂത്ത്. സ്വിറ്റ്സർലാൻഡ് ഒരു ഡ്രീം കൺട്രി മാത്രമല്ല, ഒരു പോസിബിൾ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ബട്ട് ഇഫ് യു ഫോളോ ദ റൈറ്റ് സ്ട്രാറ്റജി. എല്ലാവർക്കും ഒരു സംശയം, ഇത്രയും സാലറി ഉണ്ടായിട്ടും പിന്നെ എന്താണ് അധികം ആളുകൾ അങ്ങോട്ട് പോകാത്തതെന്നുള്ളതാണ്. ഒരിക്കലും സ്വിറ്റ്സർലാൻഡ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതായത് ഒരു റൈറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടുന്നുള്ള കാര്യമല്ല നമ്മൾ പറയാൻ പോണത്. പക്ഷേ എങ്ങനെയാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും, എങ്ങനെ ചെയ്താലാണ് നമുക്ക് ജോബ് നേടിയെടുക്കാൻ പറ്റുക, അവിടെ എങ്ങനത്തെ ജോബുകളാണ് കിട്ടുക, എവിടേക്കാണ് ജോബ് കിട്ടുക, എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് സ്വിറ്റ്സർലാൻഡിനെ കുറിച്ചിട്ടാണ്. അതായത് അവിടുത്തെ സാലറി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റിയാലിറ്റി, പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൗ യു ക്യാൻ ഗോ ദർ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷിയാം. ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് പേഴ്സൺ ആണ്. സ്വിറ്റ്സർലാൻഡ് ഇത്ര സ്പെഷ്യൽ ആവാനുള്ളൊരു കാരണം, റീസൺ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഹൈ സാലറി, അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവിടെ ആവറേജ് സാലറി ആയിട്ട് 6665 സ്വിസ് ഫ്രാങ്ക് മുതൽ 9166 സ്വിസ് ഫ്രാങ്ക് വരെയാണ് നമുക്ക് മാസം കൊടുക്കുന്നത്. ഓക്കെ, സ്വിസ് ഫ്രാങ്ക് ആണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡിലത്തെ കറൻസി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് ജോബ്സിനാണ് എന്നുണ്ടെങ്കിൽ ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ടോപ്പ് ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളൊരു രാജ്യമാണ്. ഒരുപാട് നല്ല സാലറി കിട്ടുന്ന രാജ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ക്ലീൻ എൻവയോൺമെൻറ്റ്, സേഫ് കൺട്രിയാണ്, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ഉള്ള രാജ്യമാണ്, പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ്. ഇതിൻ്റെ കാര്യത്തിലൊക്കെ സ്വിറ്റ്സർലാൻഡ് വളരെ മുന്നിട്ടിരിക്കുന്ന രാജ്യം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഏത് ജോലി ചെയ്യുന്ന ഒരാളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ. അതായത് സ്മാർട്ട് ജോബാണോ ബിഗ് ജോബാണോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലീനർ ആണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന രാജ്യമാണ്. ഇനി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ പറയാം, സ്വിറ്റ്സർലാൻഡ് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള രാജ്യമല്ല. ബട്ട് ഇറ്റ്സ് അച്ചീവബിൾ. അതായത് നമുക്ക് ഈ ഒരു ഹയറിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യുക്കാർക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന രാജ്യമാണ്. ബട്ട് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നതിനർത്ഥം ഇമ്പോസിബിൾ അല്ല എന്നുള്ളതല്ല കേട്ടോ. അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഇനി നമ്മൾ നോക്കാൻ പോണത് ഹൗ യു ക്യാൻ ഗോ ടു സ്വിറ്റ്സർലാൻഡ്, എങ്ങനെ പോകാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. അതായത് നിങ്ങളിപ്പോൾ ആൾറെഡി ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, സോ ആ ഒരു MNC കമ്പനി സ്വിറ്റ്സർലാൻഡിലും ബ്രാഞ്ച് ഉള്ള ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പറയുന്നത് ഒരു സേഫസ്റ്റ് ആയിട്ടും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് വേ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ മലയാളീസിനാണെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കാർക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് jobs.ch, ഗ്ലാസ് ഡോർ, ഇൻഡീഡ്, അങ്ങനെ കുറേ ജോബ് പോർട്ടൽസ് ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ഈ ഒരു ഓഫർ ലെറ്റർ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിസ പ്രോസസ്സ് പോസിബിൾ ആണ്. ഓക്കെ, ഈ ഒരു 2 മാർഗ്ഗം ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സേൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൗൺസിൽ ഫോർ ന്യൂക്ലിയർ റിസർച്ച്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് എല്ലാ ആളുകളും വിചാരിക്കുന്നത് ഈ ഒരു സേണിൽ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ ജോലി കിട്ടുക, അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അവർ ആൾസോ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു IT പ്രൊഫഷണൽസ്, ഡാറ്റ അനലിസ്റ്റ്, HR, ഫിനാൻസ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു സാലറി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലുള്ള കാൻഡിഡേറ്റ്സിനും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ജോബ് സെർച്ച് ചെയ്യണത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ടുള്ള വേയിലൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്യുക.
അതായത് നിങ്ങളിപ്പോൾ റാൻഡം ആയിട്ട് ഒരു ദിവസം ഇപ്പോൾ ഒരു 100 അപ്ലിക്കേഷൻ അയച്ചാൽ പോലും അത് നമുക്ക് റിജക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്യരുത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് സ്മാർട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു റോള് നമ്മളുടെ CV-ന് ആപ്റ്റബിൾ ആണോ, നമ്മളുടെ പ്രൊഫൈലിന് നമ്മൾക്ക് പറ്റുന്ന അപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു CV. നമ്മളിപ്പോഴും പറയാറുണ്ട് യൂറോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു യൂറോപ്പാസിൻ്റെ CV ഉണ്ടാക്കണം എന്നുള്ളത്. മാക്സിമം 1 to 2 പേജസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഒരുപാട് വലിച്ച് നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു യൂറോപ്പാസിൻ്റെ CV കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ നോക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് ജർമ്മനും ഫ്രഞ്ചും ആണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും കൂടുതൽ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഈവൻ ബിഗിനർ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഒരു ലാംഗ്വേജ് ഏതെങ്കിലും നമുക്കൊരു ബേസിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലിങ്ക്ഡ്ഇൻ വഴിയൊക്കെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ലിങ്ക്ഡ്ഇൻ വഴി ഒരുപാട് റിക്രൂട്ടേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ കമ്പനീസിലെ ആളുകൾക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഇവരുടെ HR ആരാണോ അവർക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക. സോ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുക. ഇതൊക്കെ നമുക്ക് ലിങ്ക്ഡ്ഇൻ വഴി നമുക്ക് നെറ്റ്വർക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഹൈ ഡിമാൻഡഡ് ഫീൽഡ്സ്. സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഫീൽഡ് എന്ന് പറയുന്നത് IT സോഫ്റ്റ്വെയർ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, റിസർച്ച്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബുകൾ. സോ മാക്സിമം ഇങ്ങനെയുള്ള ജോബ്സിന് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ മാക്സിമം ഒരു 20-30 അപ്ലിക്കേഷൻസ് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 2 to 6 months ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്കൊരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യുവർ ലൈഫ് ചേഞ്ചസ് കംപ്ലീറ്റ്ലി. ലാസ്റ്റ് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ചെയ്ത വീഡിയോസിൽ സ്വിറ്റ്സർലാൻഡിൽ ഏതൊക്കെ പെർമിറ്റ്സ് ആണ്, അതായത് B പെർമിറ്റിലും L പെർമിറ്റിലും എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളതും എത്രയാണ് അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. ആ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു രാജ്യം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. സോ ഒരുപാട് ആളുകൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികൾ, ഒരുപാട് ആളുകൾ നമ്മളുടെ ചാനൽ കാണാറുണ്ട്. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. ഒരുപാട് ആളുകൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേക്കും. ഓക്കെ, സോ നിങ്ങൾ എന്നാലും അത് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.